ആണ്. ആ എന്നാ 6-6നോ 5നോ? എല്ലാരും പോയത് പഠിച്ചോ. ലൈവൊക്കെ ഇവിടെ ഉണ്ടാവും, നിങ്ങക്ക് പിന്നാണെങ്കിലും കാണാം. കൊടുങ്കാറ്റടിച്ചാൽ പോലും നീ ഒന്നും വീഴൂലല്ലേ? ഹലോ 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 ഹലോ, കൊടുങ്കാറ്റടിച്ചാലും നിന്നെ ഒന്നും ഏക്കൂല തോന്നുന്നില്ലേ? എനിക്കൊന്നും കേട്ടോടാ. കൊടുങ്കാറ്റടിച്ചാലും നീ ഒന്നും വീഴൂലെന്ന്. വീടു വീണായിരുന്നല്ലേ? വീട് വീട് വീട്. നിനക്ക് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ ഡസ്ട്രോ? ഇല്ല ഇല്ല ഇല്ല, നമ്മ സിംഗിൾ. നമുക്ക് ഞാനും നമ്മ ഫാമിലി മതി. ഞാനും നീ ഇല്ല 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 ഇല്ല. പറടാ. ലീഡർ കണ്ട പറയല്ല. ഇങ്ങോട്ട് തന്നെ. പറടാ. അണ്ണാ, You know, you are my comfortable person. So I talk to my everything. I will talk to you. അണ്ണാ ജനസീവ് പറഞ്ഞ ജനസീവ് ലവ് യു. അത്ര. അണ്ണ ദേഹത്ത് ടാറ്റു വല്ലതും അടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ, ഞാൻ റൊണാൾഡോ ഫാൻ അല്ലടാ, ഞാൻ ടാറ്റു അടിക്കൂല. അണ്ണ നമ്മുടെ എല്ലാ ചന്തിയോടെ ചന്തി കൊടുത്താ ആർക്കെങ്കിലും? ഇല്ല അതറങ്ങി കൊടുത്തിട്ടില്ല. അണ്ണ നമ്മളെല്ലാരും ടാറ്റു പോയണ്ണാ. ടാറ്റു പോയി, മുടി പോയിട്ട് ഫെയ്ഡ് പോയതോ? പോയാ? അറിയത്തില്ല, റീസ്റ്റാർട്ടോടെ പോയതാ. ടാറ്റു അടിച്ചു പോയി. പാക്കെടുത്ത് കളഞ്ഞു. ഇത്തിരി കഷ്ടത്. അപ്പാപ്പന്റെ ഒരു വരവുണ്ടാവില്ല, വിഷ് ചെയ്യാൻ പറ്റത്തില്ല. ജോക്കി ഞാൻ വന്നു. വാ. ചക്കെന്ന് പറഞ്ഞ കൊക്കുന്ന അല്ല, ഞാൻ സംസാരിച്ചു തീർന്നില്ലായിരുന്നു, സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചു ജോക്കി. കൊച്ചിന്റെ മോത്തൊക്കെ എന്തോ ഒരു മാറ്റം. മുച്ചിരി ഇങ്ങ് വന്നേടാ, നിന്നെ ഞാൻ വിട്ടിട്ടില്ല, ഇങ്ങ് വാ. കണ്ണാപ്പി ഒന്നും ഇനി നോക്കണ്ട ജോക്കി, ഇനി വരത്തില്ല കേട്ടോ. അത് എടാ, ഇതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ ഈ ഇരുന്നിട്ട് വലിഞ്ഞു സിറ്റി റീസ്റ്റാർട്ട് ആയത് റീസണാ, അത് ഒരു റീസണാ. പോയി ഇനി അതൊന്നുമില്ല. അത് അതല്ല, ഞാൻ വന്നില്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ്ലി എനിക്കൊരു ഡിസിഷൻ എടുക്കാവോ അതിനകത്ത്? ഞാൻ അങ്ങ് പറഞ്ഞിട്ടോ, നിന്റെ അടുത്ത് അവന് സ്ലോട്ട് കൊടുക്കാൻ പറഞ്ഞ എന്നോട്. എടാ കണ്ണാപ്പി ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ട് 6 മാമനാന്നേ ഒരാഴ്ചത്തേക്ക്. കണ്ണാപ്പി ഗാങ്ങിലില്ലേ ഒരാഴ്ചത്തേക്ക്? ഓക്കെ, എന്നാ അങ്ങനെ ഇടാൻ ജോക്കി. കണ്ണാപ്പി ഇല്ല ഒരാഴ്ചത്തേക്ക്. മാമനും വന്നിട്ടില്ലല്ലേ? അണ്ണാ മിസ്റ്റർ എക്സ് നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറയാണ്. മിസ്റ്റർ എക്സിന്റെ നമ്പറൊക്കെ ഡ്രോപ്പ് ചെയ്തോ? എടാ കണ്ണാപ്പിക്ക് ഒരാഴ്ച ഗാങ്ങിന് സസ്പെൻഷൻ ആണ്. വരുമ്പോ കൂട്ടുകാരൻ പവർ ബാങ്ക് യൂസ് ഒന്ന് ചാർജ്. മോശമാണ് ഇതൊക്കെ. ആണോ? കണ്ണാപ്പിയുടെ ഡൈഹാർഡ് ഫാൻ കേട്ടോ ചാറ്റില്. സപ്പോർട്ട് ആയിക്കല്ലേ? എടാ അത് തീരുമാനമാണേ. കണ്ണാപ്പിക്ക് ഒരാഴ്ച സസ്പെൻഷൻ, ആ സ്ലോട്ടിൽ മാമൻ ഒരാഴ്ച എങ്ങനെ പെർഫോം ചെയ്യുന്ന നോക്കിയിട്ട് ഇവന്റെ കാര്യത്തിൽ നീ ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്താ വെച്ചാൽ കാണിച്ചു. അപ്പൊ കണ്ണാപ്പി മാമനാണ് ഒരാഴ്ചത്തേക്ക് വന്നില്ലെങ്കിൽ ഇന്ന് ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാൻ ചോദിക്കും. കേറില്ലെങ്കിൽ എന്താ? ഇപ്പൊ കേറിയില്ലെങ്കിൽ അത് തന്നെ. ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാം ഉറപ്പായിട്ടും. കേറിയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ കേറിയില്ലെങ്കിൽ അതാണ് ഡിസിഷൻ. അത് മാറ്റമൊന്നുമില്ല. അപ്പൊ മുച്ചിരി ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞായിരുന്നല്ലോ. കേട്ടില്ല, അതിനകത്ത് മുമ്പ് ഞാൻ കത്തി. എങ്ങനൊന്നും മനസ്സിലാക്കുന്നില്ല. ഇത് വെള്ളമാണ് പ്രയോജനം ലോക്കറുണ്ട്, എന്തും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലായിടത്തും ഞാൻ ഇത് ചെയ്യുകയാണ്, എന്തോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവത്തെ ഓർത്ത് ഈ സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് വേണ്ട, ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ റീസൺ അല്ലാത്ത പ്രോപ്പർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് മാന്തി സിറ്റുവേഷൻ എടുക്കും എന്താ വെച്ചാൽ കാണിച്ചു. അല്ലാത്ത പക്ഷം വെറുതെ നമ്മൾ അങ്ങോട്ട് പോയി മാന്തി നമ്മളൊരു വള്ളി ഗ്യാങ് ആവരുത്. മനസ്സിലായോ? സിറ്റുവേഷൻ ഒക്കെ എടുത്തോ, പക്ഷെ അതൊരു പ്രോപ്പർ സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ല ചുമ്മാ കയറി അവിടെ ഇവിടെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാങ്ങില്
ഒരാഴ്ച മോണിറ്റർ ചെയ്യും. നമ്മൾ ആരും തെറി Well done, ഉപയോഗിക്കരുത്, chat. ഏത് രീതിക്കുള്ള തെറിയാണെങ്കിലും. മനസ്സിലായോ? എടാ മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് ഉഷാറാണ്. നീയൊക്കെ രാത്രി മല കയറാൻ പോകുമ്പോ നിനക്കൊക്കെ ഇല്ലാത്ത ഉഷാറാണല്ലോടാ. സത്യം. ഹലോ 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 മിസ്റ്റർ വാസു, കേക്കാണ് പറ. ഓക്കെ. സോ ഫ്രീ ആണോ മീറ്റ് ചെയ്യാൻ? കേക്ക് എനിക്കൊരു 10 minutes കൂടെ തരുമോ? കറക്റ്റ് 12 മണിയാകുമ്പോഴത്തേക്കിന് ഞാൻ വരാം. കറക്റ്റ് 12 മണിക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? അതെ, കാരണം 12 മണിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പിറന്നാളാണ്. ഒന്ന് വിഷ് ചെയ്തിട്ട് കേക്ക് എടുത്തോട്ട് വരാം. അതാ ചോദിച്ചു, വേറെ പരിപാടി ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല, അതുകൊണ്ട്. ഇന്ന് പരിപാടി ഇല്ല, അതിന്റെ പരിപാടി ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാൻ സംസാരിച്ചിട്ട് എന്റെ ബാക്കിയിട്ട് അങ്ങോട്ട് 12 മണിയാകുമ്പോൾ കൊണ്ട് വരാം. ഓക്കെ 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 ശരി. ഓക്കെ കേക്ക്. ഈ കേക്ക് പറഞ്ഞു. 101 അല്ലേ പുള്ളിയുടെ നമ്പർ? അപ്പാപ്പന്റെയോ? ആ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മാറി നിന്നോട്ടെ. എനിക്ക് അറിഞ്ഞൂടാ പുള്ളിയുടെ നമ്പർ. എന്നാ നോട്ട് വെച്ചു 101. 101 അല്ലേ? അടുത്തൊന്ന് പറഞ്ഞ ചിലപ്പോ വിഷമോ. എന്നാ വേണ്ട. ഓക്കെ 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 ശരി. ഇല്ല എല്ലാരും ഒരുമിച്ച് ഒരു ചെടി മുള ഒരേപോലെ മുന്നേറുക എന്നുള്ള കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ നമ്മളെല്ലാം അണ്ണനെ പനി. അതെ എല്ലാരും ഞാനും അല്ല നിങ്ങളത് ജോക്കിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ടിവിക്ക് വേണ്ടി നിൽക്കുന്നതെന്ന്. അറിയോ? പിന്നെ എനിക്ക് ഇവനെ മാത്രമല്ല, ഇവനെ കണ്ട് പഠിക്കും നിങ്ങള്. പെണ്ണിന്റെ ശരി ശരി. അതെ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ അണ്ടി പ്രവർത്തിക്കരുതെന്ന്. നിങ്ങൾ ആരും ആ സാധനം പ്രവർത്തിപ്പിക്കരുത്. കാരണം കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നും വേണ്ട. മനസ്സിലായോ? ഇന്നലെ വെളുപ്പകാലം 12 മണിക്ക് മൗണ്ട് ചില്ലാണ്ട് വണ്ടല്ലായിരുന്നു വാസം. ഓൾറെഡി ആയിപ്പോയതോ? സിറ്റിയുടെ ഓരോ സിറ്റി പഠിക്കാൻ വല്ലതായിരിക്കും. അവൻ അങ്ങനത്തെ പോകത്തില്ല. ഞാൻ എടുത്ത് വളർത്തിയവനാ, അവനങ്ങനൊന്നും പോകത്തില്ല. ജോഗി ഇതൊക്കെ ഉണ്ടല്ലോ. ജോഗി കണ്ടില്ലേ ഇപ്പൊ പുതിയ സ്ഥലം വന്ന്, ഞാൻ കൊണ്ട് കാണിച്ചില്ലായിരുന്നോ ജോഗി? അതേപോലെ ചില്ലയാടില് പുതിയ സ്ഥലം വന്ന്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ എന്താണ് ഈ പുക വലിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ നീ ഇപ്പൊ ഇത് കാണിച്ചേ? ഇല്ല, ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മറ്റേ സാധനത്തിന്റേത് ഒരാഴ്ചത്തെ സസ്പെൻഷന്റെ കാര്യം ഞാൻ മീറ്റിംഗ് തീരുന്നതിന് മുന്നേ ഇതായിട്ടില്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യുവേ. വന്നല്ലേ? എത്ര നേരം എവിടെ ആയിരുന്നടാ? നെറ്റ് റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. അതെ, ഗ്രൂപ്പിൽ നിന്നൊക്കെ മെസ്സേജുകൾ എത്തണ്ടേ? ഇതാണ് ഡിസിഷൻ എന്നുള്ളതിന്റെ ഒക്കെ. അത് പേഴ്സണൽ ഇൻബോക്സിൽ എത്തുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആവും. പാവം ഉണ്ടാ മാവൻ. അല്ലല്ല എന്റെ ഇതായിരുന്നു. അപ്പം ഇവന്റെ ശബ്ദത്തിലുള്ള ഇടർച്ചയും വിഷമം കാണിക്കലും ഒക്കെ ഒരിക്കലും വീടരുതേ ജോക്കി, ഒരിക്കലും. ഇല്ലല്ലടാ, ഞാൻ ഒരിക്കലും ഇവന്റെ ഈ ഗ്യാങ്ങിലെ നമ്മുടെ ഗ്യാങ്ങിലെ ഏത് പിള്ളേരുടെ വിഷമം വേണമെങ്കിലും ഞാൻ കേൾക്കും. പക്ഷെ ഇവന്റെ ഒന്നും പറഞ്ഞില്ല. അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നീ റിലേഷൻഷിപ്പിലല്ലേടാ കണ്ണാപ്പി? ബ്രേക്കപ്പ് ആയി. അപ്പൊ എടാ ലോറ സിംഗിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോറയുടെ ഇഷ്ടമല്ല? അതെന്ത് മോശം? അതെന്ത് മോശം? പിന്നെ അതിനൊന്നും ഒരു മോശമില്ല, ഒരു മോശമില്ല. ഒരു മോശവും ഇതാ ജോക്കി പറഞ്ഞ എടാ നിന്റെ ഫോൺ തന്നെ, നിന്റെ ഫോൺ തന്നെ കണ്ണാ, നിന്റെ ഫോൺ തന്നെ. ഇവന്മാരാണ് ഇത്രയും പേര് മാറിയിരിക്കുന്നുണ്ടല്ലോ. അവന്മാർക്ക് ഉറപ്പുള്ളതുകൊണ്ട് സമ്മതിച്ച് മാറി. കണ്ണാ അതൊന്നും സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും ഇല്ല. ഒന്നും സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും. ഇന്നലെ ബ്രേക്കപ്പ് ആക്കിയിരുന്നു. ഇന്നലെ ബ്രേക്കപ്പ് ആക്കി പെണ്ണ് സിംഗിളാന്ന് പറയുന്നതിന് ഇപ്പൊ എന്ത് പ്രശ്നം? ഇപ്പൊ സിംഗിളാണ് ഞാൻ. നീയല്ല, അവള് സിംഗിളാണ്. അപ്പൊ പിന്നെ ആരാന്ന് വെച്ചാ നോക്കിക്കൊള്ളാല്ല, നോക്കണ്ട. സിംഗിളാണ്.
നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ലോറയുടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ മതി. സാറൊക്കെ ഉണ്ടെന്നാ നമ്മൾ അറിഞ്ഞേ. ഞാൻ അത്ര ഇല്ല അവൻ കൂട്ടുകാരുടെ പെണ്ണിനെ പ്രേമിക്കണ്ടാവൻ. കൂട്ടുകാരുടെ പെണ്ണ പിന്നെ ഇനി അടുത്ത വട്ടം തൊട്ടിട്ട് ഒരു മിനിറ്റ് വേറൊരു കാര്യം മോശം കണ്ണാപ്പി മോശം. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് അവന്മാരുണ്ടല്ലോ, അവന്മാരുടെ പെണ്ണാണെന്ന് പറഞ്ഞ സമ്മതിച്ച് ധൈര്യത്തോടെ അവിടെ പോയി നിന്ന്. അത് സത്യം കേട്ടോ. പെണ്ണില്ലാത്ത മുച്ചിരി വരെ കള്ളപ്പെണ്ണുണ്ടാക്കി അവിടെ പോയി നിന്ന്. എന്നിട്ട് നീ അണ്ണാ നക്കുണ്ട്. എടാ ശരിക്കും നീ എന്തുവാ ഈ നക്കുന്നേ കുറെ നേരം നക്കുന്നു പറയുന്നുണ്ടല്ലോ. അവൻ നക്കുന്നോണ്ട് കാണുന്നു, അവന് കുറെ voice നക്കുന്നല്ല ജോക്കി, അനക്കുണ്ടെന്ന് പറഞ്ഞത് നക്കുണ്ട്. അപ്പൊ വേറൊരു കാര്യം കൺസൈൻമെന്റ് അടിച്ചിട്ട് ഗണ്ണിന്റെ കാര്യത്തില് എല്ലാരും ജോക്കി ഒരു നമ്പർ ഞാനൊരു കാര്യം പറയാം, വേറെ ഏതെല്ലാം പറയണേ ജോക്കിയുടെ അടുത്ത് പറഞ്ഞ വെച്ചാ ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് ഇവന്റെ ഫോൺ മേടിച്ച് തെളിയിക്കാം. പിന്നെ വേണ്ട, നമ്മുടെ അടുത്ത് ഓൾറെഡി കള്ളം പറഞ്ഞിരിക്കുന്നവന്മാരൊന്നും ഇത് നമ്മൾ പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല. ഉറപ്പില്ലാത്തവന്മാരത്തും നമ്മൾ സംസാരിക്കരുത്. അതെ 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 സത്യം. പിന്നെ കൺസൈൻമെന്റ് അടിച്ചിട്ട് ഗണ്ണ് എടുത്തിട്ട് ഗണ്ണിന്റെ ആ ഒരു പ്രോപ്പർ നമ്പർ എല്ലാരും ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. പിന്നെ വെറുതെ വള്ളിയൊന്നും പിടിക്കാൻ പോരുത്. അതെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. രാത്രിയുള്ള മലകയറ്റം കുറച്ചിട്ട് ഗ്യാങ്ങിന് വേണ്ടിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചുകൂടെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ആ പെണ്ണുങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നത്, ഗ്യാങ്ങിലുള്ളവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ വളരെയധികം ഉപകാരപ്പെട്ടേനെ ഗ്യാങ്ങിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവല്. സോ രാത്രി പെണ്ണായിട്ട് മല കയറുന്നതിന് പകരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മല കയറി കഴിഞ്ഞാൽ നന്നായിരിക്കും. മല കയറുന്നതിന് അർത്ഥം അത് മാത്രമേ ഉള്ളൂ. ജോക്കി ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ കാലം ഒട്ടും ശരിയല്ല. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. എന്നാ പിന്നെ കൂട്ടത്തോടെ നിങ്ങൾ എവിടെയെങ്കിലും മറ്റേ മുതുക്കില്ല. ഇന്നലെ മൗണ്ട് സിലിയാർന്നല്ലേ ഇറങ്ങിയത്, പിന്നെ എങ്ങനെ നിന്നെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ വാസു, ഒന്ന് പോസ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. നിന്നെ കുറിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ആൾക്കാർ നീ രാത്രി മല കയറാൻ പോയി, പിന്നെ ദർന്നും പറഞ്ഞിട്ട് ഒരുത്ത മുച്ചിന്റെ അടുത്ത് ഇത്ര നേരം പറഞ്ഞു ദർന്ന് പോയിട്ടുണ്ട്. അണ്ണം വരുന്ന സമയത്ത് ഗോഡ് ഫാദർ ഇപ്പൊ പോകും, എല്ലാത്തിനും കിട്ടുവേ, എല്ലാത്തിനും കിട്ടും. സസ്പെൻഷൻ നല്ല ഡിസ്മിസൽ ആയിരിക്കും. പണ്ടത്തെ ഗാങ്ങിലെ അണ്ണൻ മിസ് ചെയ്തവരെ മനസ്സിലാവും. വാസു സീരിയസ്ലി ഞാൻ എന്തൊരു കാര്യം പറയൂ, നീ ഈ ഗ്യാങ് പ്രോപ്പർ ആയിട്ട് നോക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇല്ല ജോക്കി. അത് വാസുമോന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു, അത് എല്ലാവരുടെ അടുക്കുകയും പറഞ്ഞിട്ടില്ല. വാസുമോൻ അത് അപ്രൂവൽ വാങ്ങിയില്ല ജോക്കിയുടെ നിന്ന്. ഇല്ലല്ല, ഇനിയിപ്പോ അപ്പം പറഞ്ഞു ഞാൻ സംശയം മാറ്റം ഇതൊക്കെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞു. തെളിയിക്കണ്ട, എന്തിനു തെളിയിക്കണം? ഞാൻ ജോക്കി, നമ്മുടെ ഗാങ്ങിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ട് അവര് മറ്റുള്ള ഗാങ്ങുകളിൽ സ്പൈ ആയിട്ട് കയറാൻ പോവാണ്. അതാണ് പ്ലാൻ ദർ. ഓപ്പറേഷൻ ദുരന്തർ. കൊള്ളാം. അത് നല്ലതാണ് ആ പരിപാടി. അതെ അത് വെളിയിൽ വിട്ടിട്ടില്ലായിരുന്നു, പക്ഷെ ജോക്കിയോട് അത് പറയാലേ വാസുമനെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഷാൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ. നീ ഷാൻ എന്തുവാ? അതൊക്കെ സെക്കൻഡ് പാർട്ടാണ് ജോക്കി. അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതില് ഓപ്പറേഷൻ ദർശില് ആദ്യ സ്പൈ ആയിട്ട് പോണത് ഞാൻ തന്നെയാണ്. രൂപമൊക്കെ മാറി. എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ഷാൻ റഹ്മാൻ. ഇങ്ങനത്തെയൊക്കെ കണ്ടു പണിയടാ മാക്കാമാരെ. ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ട് രാത്രിയാവുമ്പോ മലയുടെ മുകളിലും കാടിന്റെ മുകളിലും ഇപ്പൊ ഇരുട്ടിന്റെ മറവിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പരിപാടി ഇവൻ കണ്ടുപടി. പാസ്മോനെ കണ്ടുപടി. അടുത്ത കയറാൻ പോകുന്നു. കണ്ടിട്ടില്ലല്ലോ എവിടെയും, വല്ല മലയുടെ മുകളിലോ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ജോഗി 2 മിനിറ്റ് കഴിയുമ്പോ ട്രാൻസാക്ഷൻ നടത്തണേ കറക്റ്റ് ആയിട്ട് കേട്ടോ. അത് 2 മിനിറ്റ് ട്രാൻസാക്ഷൻ. എല്ലാം റെഡി ആയിട്ടിരുന്നോണേ, എല്ലാം റെഡി ആയിട്ടിരുന്നോണേ. 2 മിനിറ്റ്
അപ്പൊ ഒന്ന് പറഞ്ഞേ ഓ വരുന്നത് ഞാൻ വിളിക്കാം കാർലോവരെ. ഓക്കെ കാർലോ എന്നൊക്കെ മുമ്പേ വിഷ് ചെയ്ത് പറഞ്ഞ സാറേ. വാ കുണ്ടത്തരം കുറയ്ക്കണം. ജോക്കി വിളിക്കുന്നു ടീഷർട്ടെല്ലാം കിടലുക. അപ്പൊ പറഞ്ഞില്ലേ? അപ്പാ ഓ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ആ കാര്യം താങ്കൾ ഒരു ഊമ്പന കാര്യം താങ്കൾ പ്രായത്തിന് മുകളിലാണെങ്കിലും നമ്മൾ കുറെ നാളിങ്ങനെ തോള് കൈയിട്ട് നടന്ന് വലിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. ജോക്കി അങ്ങനെ പറയട്ടെ. ജോക്കിയാണ് എന്റെ എന്താ പറയാ ഫാഷൻ. ഫോണ് ഓഫ് ചെയ്യണേ. 36 വയസ്സായിരിക്കുകയാണ്. ഹലോ വിളിക്കാൻ തുടങ്ങി. ആരുടെ കുലുക്കുന്നേ? എടുത്ത് ചാടി. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഓക്കെ താങ്ക് യു ഓക്കെ എന്തോ വേണോ എന്റെ പൊന്ന പാപ്പ. ഓ എന്ത് ചെയ്യാനാ ജോക്കി. താങ്ക് യു ജോക്കി താങ്ക് യു. വെൽക്കം. എന്തായാലും ഒരു നല്ല ഒരു ബർത്ത്ഡേ ദിവസമായിട്ട് ജോക്കി ദർശനം കിട്ടിയല്ലോ. അത് തന്നെ അതെ. ഭാഗ്യം. ദർശനം അവിടെയും ദർശനം. സർവം ദർശനമയം. പേര് കൊള്ളാം കേട്ടാ. ഇതിന്റെ പേര് നമ്മുടെ സർവർ അപ്പൊ ഒരു 100 കോടി ഫോൺ തരണേ. എനിക്ക് അപ്പാപ്പ എനിക്കൊരു സൈഡ് കീപ്പിംഗ് ദിസ് ബർത്ത്ഡേ സൈഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ മാക്കാമാരെ കണ്ട് പഠിക്ക്. ഇവിടെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്ത് അവൻ ഷാൻ റഹ്മാനായിട്ട് ഉള്ളിൽ പോകുന്നു, പൈ അടിക്കുന്നു. നീയൊക്കെ രാത്രി എന്താണ് ഈ ചെയ്യുന്നത്? എടാ ഇങ്ങനത്തെ വല്ല അവര് പ്ലാൻ തരല്ലേ ഒരു പാട്ടാണ്. ഇതൊന്നെ വയറ്റില്ല വെച്ചിട്ടുള്ള ബർത്ത്ഡേ പറയാനുള്ളത് 2 വാക്ക് സംസാരിക്കാം. പാട്ട് പറ പാപ്പ. ബർത്ത്ഡേ ആയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പാപ്പൻ കുറച്ചു അപ്പാപ്പനായല്ലേ? ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന് 29 വയസ്സ് തികയും. 29 വയസ്സോ? 10 വർഷം മുമ്പ് ചീഞ്ഞ കോമഡി. 2026 ആയത് 19 ഞാനും ജോക്കിയൊക്കെ പിന്നെ ജോക്കി സത്യം പറഞ്ഞാല് എന്താ പറയാ, ഞാനും ജോക്കി ഒരേ ഏജ് ആയതുകൊണ്ടേ ജോക്കിക്ക് മനസ്സിലാവില്ല. പിന്നെ അപ്പൊ എഗൈൻ എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പൈസയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കടത്തിലാ പ്രതീക്ഷിക്കുന്നത്. അവര് തന്നെ സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തരും. എന്താ പോകുന്നുണ്ടോ നമ്മള്? ജോക്കി ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. പോയിട്ട് അപ്പാപ്പൻ കുട്ടേ ഹാപ്പി ബർത്ത്ഡേ. പോയിട്ടാ വൈകിട്ടെങ്ങനെ ഹലോ വാസോണാണോ? അതെ, ആരാ? നിങ്ങൾക്ക് അറിയത്തില്ല, പുറത്തുള്ള ഒരാളാണ്. പറഞ്ഞോ. പേരെന്താ? സുഖാണോ? സുഖമാണ്. നെക്സസ് എന്താ എന്താ പരിപാടി?
ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിന്റെ ഇടയ്ക്കാ ബ്രോ. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഓ ശരി 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 ബർത്ത്ഡേ ആണ്ട് വിളിച്ചതാണ്. ഓക്കെ ശരി എന്നാ. എന്റെ ബർത്ത്ഡേ അല്ല. അല്ല അപ്പന്റെ. ആ ഓക്കെ. അപ്പൊ അത് പ്രണയിച്ചു. നാളെ ഒരു അരയെടുത്ത് ഇരിക്കണോണ്ടാ. വൈകിട്ടത്തേക്ക് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഞാനിപ്പോഴല്ലേ ഏട്ടാ അറിയതേ. സെറ്റാക്ക. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ബ്ലാക്ക് മാഫിയോട് പോലെന്ന് പറഞ്ഞു. അവിടെ വരാൻ പറ. നമ്മുടെ ടിവിയിലെല്ലാം ഈ സൈഡിലോട്ട് ഞാൻ നിൽക്കുന്നിടത്തോട്ട് ഈ സൈഡിലോട്ട് വന്നോ. ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് എല്ലാവരും അവര് ബ്ലാക്ക് മാഫിയ അവിടെ ഇരിക്കട്ടെ. ജോക്കി ഒരു മിനിറ്റ്. അല്ലല്ല ഒരു മിനിറ്റ്. ചന്ദ്ര കേക്കാവോ? ബ്ലാക്ക് മാഫിയ ആണെന്ന് പറഞ്ഞ സെക്യൂരിറ്റി കമാൻഡോസ് അല്ലേ? ജോക്കിയെ മാറ്റിവിടുന്ന എങ്ങനെയും ബുദ്ധി വേണം. ബുദ്ധി ജോക്കി ആരെങ്കിലും 2-3 പേര് ചേർന്ന് ജോക്കിയെ താഴെ കൊണ്ടുപോയി മറ്റേ ശവക്കല്ലറ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ക്യാരക്ടർ വിടല്ലേ? കമാൻഡോസ് ക്യാരക്ടർ വിടല്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാരും ഇവരെ പരിചയപ്പെടുക. നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് എന്താ പറയാ, നിങ്ങള് വേറെ സിറ്റിയിൽ എനിക്ക് എന്താ പറയാ ഇവരായിട്ട് വേറെ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും വരാൻ അങ്ങനെ താല്പര്യമില്ല. അപ്പൊ ഇവർക്ക് നേരത്തെ തൊട്ട് നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം എന്നൊക്കെ കുറെ മുന്നോട്ട് പറയുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരെ വന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ ഇവര് BM ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുവാണെങ്കിലും ഓൾറെഡി ഇപ്പൊ ഇതിലാണ് എല്ലാരും കാണുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അവരുടെ സൈഡിൽ അങ്ങനെ കുറെ ഇത് വരുന്നുണ്ട്. അപ്പൊ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിട്ട് ആണ് പറയുന്നത്. കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അണ്ണൊന്ന് മാറി നിൽക്കുക. എല്ലാവരുടെ അടുക്കാണ് ഞാൻ മാറി ഞാൻ കക്കൂസില. പൂളിന്റെ അടുക്കലോട്ട് വരാവോ? വേഗം വരാവൂന്ന്. ഞാൻ മൂവി ഇവിടെ ഉണ്ട്. പൂള് വെളിയിലത്തെ പൂളില്ലേ? വേഗം വാ. അണ്ണൻ എന്തോ പണി ചോക്കിയാണോ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അണ്ണൻ പ്ലാനെ. ഇത് ദർശനയുടെ കാര്യം മലയുടെ മണ്ടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. അണ്ണനെ ചിഞ്ചുവിന്റെ കേസ് സഹായിക്കുന്നോണ്ട് മാത്രം ഞാൻ അണ്ണന് പറഞ്ഞു തരുവാ. ആണല്ലേ? അതെ. അല്ലെങ്കിൽ നീ എന്നെ സഹായിക്കത്തില്ല ചിഞ്ചുവിന്റെ കേസ് ഇല്ലെങ്കിൽ. അല്ലല്ല, അല്ലെങ്കിൽ നമുക്ക് അണ്ണനോടല്ലേ സ്നേഹമുള്ളൂ. അതെ പറ കേക്കട്ടെ. അപ്പം അതായത് അവര് കൂടെ പോകുന്നത് കാണിക്കാൻ വേണ്ടിട്ടില്ല, വിഷം കുത്തു അണ്ണനെ പറ്റി. അതെ കുഴപ്പമില്ല. അഥവാ ഇനിയിപ്പോ ദർശനമായിട്ടുള്ളത് സെറ്റായില്ലെങ്കിൽ ഞാൻ സൂസനെ നോക്കിക്കോളാം. മറ്റേ എനിക്ക് അർജന്റായിട്ട് അകത്തോട്ട് പോണേ. അണ്ണ എങ്ങനെ ഹലോ പറഞ്ഞു. നമ്മള് അന്ന് വസന്തത്ത് പറഞ്ഞൊരു ഡേറ്റ് പരിപാടി ചെയ്തത് ഈവന്റിന്റെ, അത് നടത്താൻ പറ്റിയില്ല. കുറച്ച് പണി കിട്ടി. മനസ്സിലാവും. നമ്മൾ 6-ാം തീയതി നോക്കുന്നുണ്ട്. അപ്പൊ വാസവന്റെ ഡേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നടത്തായിരുന്നു. 6-ാം തീയതി അല്ലേ? എടാ 9 ആക്കും. അതാവുമ്പോ കറക്റ്റ് ആണ്, സെറ്റ് ആണോ എല്ലാം? ഇതാണ് കാരണം ദേവൂട്ടന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ 9-ാം തീയതി ആക്ക്. ഓക്കെ 9-ാം തീയതി 9 അല്ല, അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് ആയിട്ടൊരു 10 ആക്കിക്കോ. കറക്റ്റ് 10 ആക്കിക്കോ. 10-ന് നമുക്ക് എല്ലാരും ഉണ്ടാവും, സെറ്റ് ആക്കാം. 9 അല്ലേ 10. അതിന്റെ ഏത് ഐഡിയൽ ടൈം എപ്പോഴാന്ന് വെച്ചാൽ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. അപ്പൊ അതാകുമ്പോ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് നടത്താം. മനസ്സിലായി. ഓക്കെ. വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ
സംസാരിക്കാൻ പറ്റാറില്ല. അല്ലടാ ഞാൻ പറയണ നിങ്ങളത്തെ എല്ലായിടത്തും ഇൻ കേസ് ഇപ്പൊ സിറ്റിസൺ ആയിട്ടൊക്കെ എന്തെങ്കിലും ടി വിയിലെ പ്ലേയേഴ്സ് ആരുടെ അടുത്തെങ്കിലും വരാനാണെങ്കിൽ ആദ്യം തന്നെ ഇവരോട് ഞങ്ങള് ബ്ലാക്ക് മാഫിയിൽ ഉള്ളതാണെന്ന് അങ്ങ് പറയണം. അത് പാസ്സാവുന്നതിന് മുമ്പ്. ഇവർക്ക് എല്ലാരും നമ്മളെ അറിയാം. അല്ല എന്നാലും ഞാൻ പറയാം എന്തെങ്കിലും കേസിൽ വരും അങ്ങനെ വരുവാണെങ്കിൽ ബ്ലാക്ക് മാഫിയ ആണെന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് മനസ്സിലാവും. ലെവി ആരാന്ന് ചോദിക്കണ അറിയില്ല. അപ്പൊ എടാ ഞങ്ങള് പോയി മിസ്റ്റർ എക്സിനെ ഒന്ന് കാണാറുണ്ട്. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ചന്ദ്ര ഞാൻ ഒന്ന് പോയിട്ട് വരാവേ. കോച്ച് ഇവിടെ ആ കോച്ച് വന്ന് മിസ്റ്റർ എക്സിന്റെ അടുത്ത് പോണോ?